അപ്പോൾ നമുക്കിന്ന് ബീഫ് ഉണ്ടാക്കാം. ബീഫ് ഉണ്ടാക്കാൻ എണ്ണ ഒഴിച്ചിട്ട് നമ്മളതിലോട്ട് വലിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയുള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ലേശം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് ഇതാക്കി കൊടുക്കണം. ഒന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ട് നമ്മളതൊന്ന് ചൂടായിട്ട് അതിന് കുറച്ച് കളർ മാറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ആയിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ കുറച്ചെന്ന് ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ എല്ലാവർക്കൊന്നുമില്ല. എനിക്ക് കുറച്ചെടുത്തിട്ട് മാത്രം ഉണ്ടാക്കണേ. പിന്നെ നമ്മൾ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് നമ്മൾ ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇറക്കിയിട്ട് നമ്മൾ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് അധികമാവും. പിന്നെ അതിലോട്ട് നമ്മൾ ലേശം മുളക് പൊടി നമ്മൾ ചേർത്തി കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എത്ര നമുക്ക് ചിലർക്ക് മുളക് പൊടി അനുസരിച്ചിട്ട് നമ്മൾ ചേർത്തിട്ടാൽ മതി. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അത് കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മളതൊന്ന് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മളതിലോട്ട് വെള്ളം ഒഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അതിലോട്ട് ഒഴിക്കാനുള്ള വെള്ളം എടുക്കുക. ഇപ്പം നമ്മളതൊന്ന് മിക്സൊക്കെ ചെയ്തപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളതിലോട്ടുള്ള വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ലേശം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയൊക്കെ അതൊന്ന് സെറ്റാക്കാണ്. മിക്സ് ആക്കിയിട്ട് നമ്മൾ അടിച്ച് വെക്കാം കേട്ടോ. അടിച്ച് വെച്ചൊരു 6 വിസിൽ അടിച്ചതിൻ്റെ ശേഷം നമുക്കത് ഓഫാക്കാം. ഓഫാക്കിയാൽ അത് ആയിട്ടുണ്ടാവും.